അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി യാ ഹബീബല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ ഏറ്റവും പുണ്യമുള്ള അതിമഹത്തായ ഒരു രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിനെ അനുഗ്രഹിച്ചത് ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തിലെ ബറാഅത്ത് രാവ് കൊണ്ടാണ്. റജബ് മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചത് അതിൻ്റെ ആദ്യ രാത്രിയെ കുറിച്ചാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ ഷരീഫിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുള്ളത് അതിൻ്റെ അവസാനത്തെ പത്തിലെ ലൈലത്തുൽ ഖദർ നൽകിക്കൊണ്ടാണ്. അതിലെ ശഅബാൻ മാസത്തിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. നമ്മുടെ മുൻകഴിഞ്ഞതായ മഹത്തുക്കൾ, നമ്മുടെ മുൻകഴിഞ്ഞതായ പൂർവികർ ഈ പരിശുദ്ധമായ ബറാഅത്ത് രാവിനെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒരുപാട് ഇബാദത്തുകളുമായി അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്ത രാവാണ് ബറാഅത്ത് രാവ്. അതിൻ്റെ പകലിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുകയും ഹൃദയം ശുദ്ധീകരിക്കുകയും അതിലൂടെയാണ് പരിശുദ്ധമായ റമളാൻ ഷരീഫിലേക്ക് അവർ കടന്നു ചെന്നിരുന്നത്. അതുകൊണ്ട് ഈ മഹത്തായ രാവിന് വളരെയധികം പ്രത്യേകതയുണ്ട്, വളരെയധികം പുണ്യമുള്ള രാവാണ് ബറാഅത്ത് രാവ്. മുസ്ലിങ്ങൾക്ക് രണ്ട് ആഘോഷ ദിവസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ചെറിയ പെരുന്നാളും അതുപോലെ തന്നെ ബലിപെരുന്നാളും. അതുപോലെ തന്നെ മലക്കുകൾക്ക് ഏറ്റവും സന്തോഷമുള്ള രണ്ട് ആഘോഷങ്ങളാണ്, ഒന്ന് ബറാഅത്ത് രാവും മറ്റൊന്ന് ലൈലത്തുൽ ഖദറും. അതിൽ വല്ലാതെ അധികം മലക്കുകൾ സന്തോഷിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വാനലോകത്തു നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരെ അവൻ്റെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന രാവാണ് ബറാഅത്ത് രാവ്. അതുകൊണ്ട് തന്നെ മുൻകഴിഞ്ഞതായ മഹത്തുക്കൾ നമുക്ക് കൈമാറി തന്ന ആ ഏറ്റവും വലിയ ഇബാദത്ത് 3 യാസീൻ ഓതിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുകയാണ്. നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി, നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി, നമുക്ക് ദീർഘായുസ്സിന് വേണ്ടി, നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങൾക്കും ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യുകയാണ്. അതാണ് മുൻകഴിഞ്ഞതായ മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്ന ആ വഴി. ആ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ ഈ ശഅബാൻ മാസത്തിലെ അതിമഹത്തായ രാവാണ് ബറാഅത്ത് രാവ്. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നുണ്ട് ഈ ബറാഅത്ത് രാവിനെ കുറിച്ച്, ശഅബാൻ 15 രാത്രിയെ കുറിച്ച്, അതിൽ ചെയ്യുന്ന അമലിനെ കുറിച്ചും മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി പറയുന്നുണ്ട്, ഈ മഹത്തായ രാവിനെ ഞാൻ 3 ഭാഗിക്കുകയാണ്. 3 ഘട്ടങ്ങളാക്കിയിട്ടാണ് മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു ഈ ബറാഅത്തിന്റെ രാവിനെ അവിടുന്ന് എണ്ണിയിട്ടുള്ളത്. അവിടുന്ന് പറയുകയാണ്, ഒന്നാമത്തെ ഘട്ടത്തിൽ ഞാൻ എൻ്റെ പിതാമഹനാകുന്ന എൻ്റെ വെല്ലിപ്പയാകുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് വിളംബരം ചെയ്ത അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്തും സലാമും നിങ്ങൾ അധികരിപ്പിക്കുക എന്ന ആ പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ബറാഅത്തിന്റെ രാവിൽ ഞാൻ ഒന്നാമത്തെ ഘട്ടമായി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുകയാണ്. അവിടുന്ന് വീണ്ടും പറയുന്നു, വസുലുസുൻ അസ്തഗ്ഫിറുല്ലാഹ തആല ഫീഹി ലിഖൗലിഹി തആല വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. രണ്ടാമത്തെ ഘട്ടം ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ,
ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു തന്നെ കൽപ്പന നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ ബറാഅത്ത് രാവിൽ ഞാൻ രണ്ടാമത്തെ ഘട്ടം ഇസ്തിഗ്ഫാർ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. അവിടുന്ന് വീണ്ടും പഠിപ്പിക്കുന്നു, മൂന്നാമത്തെ ഘട്ടം ഞാൻ ആഗ്രഹിക്കുന്നത് വസുലുസുൻ അർകഉ ഫീഹി വഅസ്ജുദു ഇഹ്തിമാറൻ ലിഖൗലിഹി തആല, അള്ളാഹുവിലേക്ക് ഞാൻ സുജൂദ് കൊണ്ട്, അള്ളാഹുവിലേക്ക് ഞാൻ റുകൂ കൊണ്ട്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മറുപടി പറയുകയാണ്. അവിടുന്ന് വീണ്ടും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയും മഹത്വത്തോടുകൂടെ ഇത്രയും പുണ്യമായി കൊണ്ട് ഈ ബറാഅത്ത് രാവിലെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് അവിടുന്ന് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോൾ മറുപടി വീണ്ടും പറയുന്നു, എൻ്റെ പിതാവാകുന്ന അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും പരിശുദ്ധമായ ശഅബാനിന്റെ പകുതിയിലെ ബറാഅത്ത് രാവിൽ അള്ളാഹുവിലേക്ക് ഇബാദത്തുമായി എടുത്താൽ, ഇബാദത്തുമായി സജീവമാക്കിയാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖറബീങ്ങളിൽ രേഖപ്പെടുത്തുന്നതാണ് എന്ന് ഹസൻ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ മുഖറബീങ്ങളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പദവി എന്താണ്? അവന് സന്തുഷ്ടമായ ആഹാരവും അനുഗ്രഹീതമായ സ്വർഗപ്രവേശനവും അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബറക്കത്ത് നൽകുന്നതുമാണ്. അതാണ് സൂറത്തുൽ വാഖിയയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീന ഫറൗഹും വറൈഹാനും വജന്നത്തുൻ നഈം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖറബീങ്ങളിൽ ഒരു മനുഷ്യനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം സന്തുഷ്ടമായി, അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബറക്കത്ത് നൽകുന്നതാണ്. അതാണ് നമ്മുടെ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ പരിശുദ്ധമായ ബറാഅത്തിന്റെ രാവിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇബാദത്തുകളുമായി അല്ലാഹുവിലേക്ക് അടുക്കുക. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട്, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിക്കൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട്, ദുആ കൊണ്ട് അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുക്കുക. അത് നിങ്ങളുടെ ജീവിതം സന്തുഷ്ടമാകാൻ, നിങ്ങളുടെ ആഖിബത്ത് നന്നാവുന്നതിന് വേണ്ടി, നിങ്ങളുടെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നതിന് വേണ്ടി കാരണമാകുന്നതാണ്. അതുകൊണ്ട് ബറാഅത്തിന്റെ രാവിൽ വളരെയധികം പുണ്യമുള്ളതാണ്, വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം, അതിനുവേണ്ടി സമയം കണ്ടെത്തണം. വിലപ്പെട്ട സമയങ്ങളിൽ നിങ്ങളെല്ലാവരും ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് വീണ്ടും വീണ്ടും ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഖറബീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.